Hello friends, welcome to yet another episode of Soulful Landscape. Soulful Landscape ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നേരത്തെ വെച്ചപ്പോഴേ നിങ്ങൾക്ക് തോന്നിക്കാണും ഇന്നത്തെ വീഡിയോ വി ആർ ടോക്കിംഗ് അബൌട്ട് ലെൻസസ്. നമ്മളിന്ന് പലതരത്തിലുള്ള ലെൻസസിനെ കാണാൻ പോവുകയാണ്. നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും വലിയ തോട്ടിക്കോല് പോലെയുള്ള ലെൻസ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ചില ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയ ലെൻസസ് കാണും. ഇനി വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിൽ ചിലപ്പോൾ നല്ല ഇച്ചിരി കൂടെ വലിപ്പമുള്ള ലെൻസസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ലെൻസസ് നിങ്ങൾ പല ആൾക്കാരുടെ കൈകളിലും കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓരോ തരത്തിലുള്ള ലെൻസിനും ഓരോ തരത്തിലുള്ള ഉപയോഗങ്ങളും ഉപകാരങ്ങളുമാണുള്ളത്. ഈ തരത്തിലുള്ള ലെൻസുകളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ലെൻസ് കൊണ്ട് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലാത്ത ലെൻസുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോകും. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ പലപ്പോഴും ലെൻസ് വാങ്ങാനായിട്ടൊക്കെ പോകുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇത് പ്രൈം ലെൻസാണ്, ഇത് സൂം ലെൻസാണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് പ്രൈം ലെൻസ്, എന്താണ് സൂം ലെൻസ്? അപ്പം ഇത് ഒരു പ്രൈം ലെൻസാണ്. പ്രൈം ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസ് നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. അതായത് അതിനൊരു ഫിക്സഡ് ഫോക്കൽ ലെന്ത് ഉണ്ടാവും. ആ ഫോക്കൽ ലെന്തിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ലെൻസ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഐറിക്സിൻ്റെ 15mm എന്ന് പറഞ്ഞ ലെൻസാണ്. ഇതിൽ 15mm മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇത് രണ്ടും മാത്രമേ നടക്കുകയുള്ളൂ ഈ ലെൻസ് കൊണ്ട്. കാരണം ഇതിൽ ഒരൊറ്റ ഫോക്കൽ ലെന്തേ ഉള്ളൂ, അത് 15mm ആണ്. ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ലെൻസസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു പക്ഷേ കാണാൻ സാധ്യതയുള്ളൊരു ലെൻസാണ് 50mm f1.8 ലെൻസ്. വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ 35mm f1.8. അതുപോലെ തന്നെ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കാണുന്ന ഒരു പുലി ലെൻസ് ഉണ്ട് 85mm f1.2. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ പ്രൈം ലെൻസ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈം ലെൻസ് വളരെ ഏറെ ഷാർപ്പാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെക്കാനിസം ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു സൂം ലെൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സൂം ലെൻസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൂം ലെൻസ് നിങ്ങൾ സൂം ചെയ്യുമ്പോൾ കണ്ടോ, ഇതിനുള്ളിൽ ഒരുപാട് മെക്കാനിസംസ് നടക്കുന്നുണ്ട്, ഒരുപാട് ഗ്ലാസുകൾ തമ്മിലുള്ള വ്യത്യാസം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഈ ലെൻസിൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഷാർപ്പാണ്. എല്ലാ കാറ്റഗറിയിലുള്ള ഫോട്ടോഗ്രാഫിക്കും പറ്റിയിട്ടുള്ള പ്രൈം ലെൻസസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 15mm f2.4 ആണ്. ഇതിൻ്റെ അസ്ട്രോ ഫോട്ടോഗ്രാഫി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലെൻസാണ്. എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ലെൻസാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 50mm പോർട്രേറ്റ്സിന് ഉപയോഗിക്കുന്ന f1.8 ഉണ്ട്, 50mm f1.2 ഉണ്ട്. വെരി എക്സ്പെൻസീവ് ലെൻസാണ്, പക്ഷേ സൂപ്പർ ലെൻസാണ്. 35mm ഉണ്ട്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഈവൻ വൈൽഡ് ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ടി 400mm f2.8 ലെൻസ് ഉണ്ട്. അപ്പോൾ 400mm അത് ഫിക്സ്ഡ് ആണ്, വളരെയേറെ ഷാർപ്പാണ്. ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാനോൻ്റെയും നൈക്കോൻ്റെയും ഒക്കെ സോണിയുടെ ഒക്കെ 600mm f4 ഉണ്ട്, 800mm ഒക്കെ ലെൻസുകളുണ്ട്. വളരെ എക്സ്പെൻസീവാണ്. ലൈക്ക് 600mm f4 ലെൻസിനൊക്കെ എനിക്ക് ഒന്ന് $16,000 ആണെന്ന് തോന്നുന്നു. അത്രയും എക്സ്പെൻസീവാണ്. അപ്പം അത്രയും എക്സ്പെൻസീവാണ്. അത് പ്രൈമാണ്, വളരെ ഷാർപ്പാണ്. അതാണ് പ്രൈം ലെൻസ് എന്ന് പറഞ്ഞാൽ. ഇനി സൂം ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈം ലെൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൂം ലെൻസ്. ഇതിപ്പോൾ ഒരു 16-35 ലെൻസാണ്, 16-35. ഇത് സൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാനിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൂം ആവുന്നുണ്ട്, സൂം ഇന്നും ആവുന്നുണ്ട്, സൂം ഔട്ടും ആവുന്നുണ്ട്. ഇത് എന്താ പറയുക, മെക്കാനിസം ഇൻറ്റേർണലി ആണ്. ഇനി എക്സ്റ്റേണലി സൂം ആവുന്ന ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്റ്റേണലി സൂം ആവുന്ന ലെൻസാണ്. ഇത് എക്സ്റ്റേണലി സൂം ആവുകയാണ്, കാരണം സൂമിങ് നേരെ പുറത്തേക്കാണ് പോകുന്നത്, ഉള്ളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരികയും ചെയ്യും. അപ്പം ഓരോ തരത്തിലുള്ള ലെൻസിന് അങ്ങനെയുള്ള മെക്കാനിസംസ് ഉണ്ട്. അപ്പം പ്രൈം ലെൻസ് എന്താണെന്നും സൂം ലെൻസ് എന്താണെന്നും നമ്മൾ വളരെ ക്വിക്കായിട്ട് കണ്ടു. പ്രൈം ലെൻസ് ഫിക്സഡ് ഫോക്കൽ ലെന്ത്, സൂം ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ. നമുക്കിന്ന് സൂം ചെയ്യാം, സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഇനി അടുത്ത തരത്തിലുള്ള ലെൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഫിക്സ്ഡ് അല്ലെങ്കിൽ വേരിയബിൾ അപ്പേർച്ചർ ലെൻസ്. എന്താണ് ഫിക്സ്ഡ് അല്ലെങ്കിൽ വേരിയബിൾ അപ്പേർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പേർച്ചർ എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടിരുന്നു. പേര് പോലെ തന്നെ സൂചിപ്പിക്കുകയാണ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആയിരിക്കും, വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരി ആവും. നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലെൻസ് കാണാം. ഇത് ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇത് കാനോൻ്റെ 16-35 f4 ലെൻസാണ്. അതായത് 16 മുതൽ 35 വരെ ഞാൻ എത്ര സൂം ചെയ്താലും എനിക്ക് f4 അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടാമറൂണിൻ്റെ 24-70 f2.8 ലെൻസാണ്. അതിൽ 24 മുതൽ 70 വരെ അപ്പേർച്ചർ f2.8 ആയിരിക്കും. നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടെ ക്യാമറയ്ക്കുള്ളിൽ അത് f8 12 ഒക്കെ മാറ്റാമെങ്കിലും നിങ്ങൾക്ക് 70mm f2.8 കിട്ടും. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ലെൻസാണ് 70-200. അത് f2.8. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 മുതൽ 200mm വരെ f2.8 മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഫിക്സ്ഡ് അപ്പേർച്ചർ ലെൻസസ് ഒക്കെ പൊതുവേ വളരെ ഏറെ എക്സ്പെൻസീവാണ്. കാരണം അതിന് ഹൈ ക്വാളിറ്റി ഗ്ലാസസ് വേണം, ഒരുപാട് ഇൻറ്റേർണൽ മെക്കാനിസംസ് ഉണ്ട്. കാരണം f2.8 അതിന് പൊതുവേ കനം കൂടുതലാണ് f2.8 ആണെങ്കിൽ. കാരണം എൻ്റെ ഈ ടാമറോൺ 24-70
നല്ല കനമുള്ള ലെൻസാണ്. അത് 2.8 ആണ് ത്രൂ ഔട്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട്. പിന്നെ അവിടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലുണ്ട് 7200 f2.8 ഉണ്ട്, 100-400 f4 ലെൻസുകളുണ്ട്. അപ്പം ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർച്ചർ ആ ഫോക്കൽ ലെന്തുകളിൽ യാതൊരു മാറ്റവും വരില്ല. ഇനി നമ്മൾ നേരെ വേരിയബിൾ അപ്പർച്ചർ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വേരിയബിൾ അപ്പർച്ചർ ലെൻസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസിനെ പറയുന്നത് 100-400 f4.5 to 6.3 എന്നാണ്. അതായത് 100 mm ഇത് 4.5 ആണെങ്കിലും അപ്പർച്ചർ 4.5 ആണെങ്കിലും ഞാൻ സൂം ചെയ്യും തോറും അത് 5 ആവുന്നു, 5.5 ആവുന്നു, 6 ആകുന്നു. അങ്ങനെ 400 mm എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? 6.3 ആകുന്നു. അപ്പം ത്രൂ ഔട്ട് ദ സൂം റേഞ്ച് ഒരു അപ്പർച്ചർ അല്ല നിൽക്കുന്നത്, നേരെ മറിച്ച് സൂം ചെയ്യും തോറും അപ്പർച്ചർ കൂടുകയാണ്. സൂം ഔട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അപ്പർച്ചർ നമുക്ക് അതിൻ്റെ ബേസ് വേർഷനിലേക്ക് വരികയാണ്. ഒരുമാതിരിപ്പെട്ട സാധാരണ ലെൻസുകളെല്ലാം ഈ വേരിയബിൾ അപ്പർച്ചർ ലെൻസാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാമറ വാങ്ങുമ്പോൾ, നിങ്ങൾ ആദ്യമായിട്ടൊരു ക്യാമറ വാങ്ങുമ്പോൾ ക്യാമറയുടെ കൂടെ കിട്ടുന്ന ഒരു ലെൻസ് ഉണ്ട്, എനിക്കൊന്ന് 18-55 തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഓഗസ്റ്റ് f3.5 to 6.3 സംതിങ് അറൗണ്ട് ലൈക്ക് ദാറ്റ്. പക്ഷേ ആ ലെൻസുകളൊക്കെ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്, ഒരു സ്റ്റാർട്ടിംഗ് ഗൈഡാണ്. പക്ഷെ അതൊക്കെ വേരിയബിൾ അപ്പർച്ചറാണ്. ഇപ്പം പ്രൈസ് ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഇതിപ്പം ഇത്രയും വലിയ ലെൻസാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം 100-400 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിനൊരു $1500 ഞാൻ വാങ്ങിച്ചപ്പോൾ. അതേ നേരത്ത് ഈ ലെൻസ് ചെറുതാണ്, പക്ഷേ f4 ആണ്, ഇതിന് 2000 മുകളിലുണ്ടായിരുന്നു. ഇനി ഈ ഷൂട്ട് ചെയ്യുന്ന ടാമറോണിൻ്റെ 2470 f2.8 എൻ്റെ ഊഹം ശരിയായിരുന്നെങ്കിൽ അതിന് $22,500 ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ലെൻസിനെ കുറിച്ച് കണ്ടു. എന്തൊക്കെയാണ് ഫിക്സ്ഡ് അപ്പർച്ചർ, എന്തൊക്കെയാണ് വേരിയബിൾ അപ്പർച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സൂം ലെവലൊക്കെ വെച്ചിട്ട് പലതരത്തിലായിട്ട് ലെൻസിനെ തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ എന്താണ് ഫിഷ് ഐ ലെൻസ്, എന്താണ് സ്റ്റാൻഡേർഡ് ലെൻസ്, അല്ലെങ്കിൽ എന്താണ് വൈഡ് ആംഗിൾ ലെൻസ്, എന്താണ് സൂപ്പർ ടെലിഫോട്ടോ അല്ലെങ്കിൽ ടെലിഫോട്ടോ ലെൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ക്വിക്കായിട്ട് അടുത്തായി കാണാൻ പോകുന്നത്. സോ എന്താണ് ഫിഷ് ഐ ലെൻസ്? ഫിഷ് ഐ ലെൻസ് എന്ന് പറഞ്ഞാൽ 4mm മുതൽ 14mm വരെയുള്ള ലെൻസാണ്. അത് വളരെ വൈഡായിരിക്കും. അത് വൈഡ് എന്ന് പറയുന്നത് മാത്രം പോരാ, അതിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വളഞ്ഞ ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഫിഷ് ഐ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി വൈഡ് ആംഗിൾ ലെൻസ് എന്ന് പറഞ്ഞാൽ 14mm to 35mm വരെയുള്ള എല്ലാ ലെൻസസും വൈഡ് ആംഗിൾ ലെൻസസാണ്. ഉദാഹരണത്തിന് ഇതൊരു 15mm ലെൻസാണ്, ഇതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്. ഇത് ഒരു 16-35mm റേഞ്ചാണ്. അപ്പം ഇത് മൊത്തം ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്, 16mm to 35mm വരെ. അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാം 24mm. ഇപ്പോൾ എൻ്റെ ഈ ഷൂട്ട് ചെയ്യുന്ന 2470, അതിനകത്ത് 24-ന്റെ മുതൽ ഒരു 35mm വരെയൊക്കെ വൈഡ് ആംഗിളിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ലെൻസസാണ്. ഇനി അടുത്താണ് സ്റ്റാൻഡേർഡ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 35 to 85mm വരെ വരുന്ന എല്ലാം സ്റ്റാൻഡേർഡ് ലെൻസാണ്. ഇനി എൻ്റെ ഈ 2470 ലെൻസിലെ 35mm to 70mm ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഷോർട്ട് ടെലിഫോട്ടോ ലെൻസിലേക്ക് പോവുകയാണ്. ഈ 85mm to 135mm വരെയുള്ളതിനെ നമ്മൾ ഷോർട്ട് ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയും. അതിനുശേഷം നമ്മൾ 130mmൻ്റെ മുകളിലേക്കുള്ളതിനെ നമ്മൾ മീഡിയം ടെലിഫോട്ടോ എന്നും 300mm മുകളിലേക്കുള്ളതിനെ നമ്മൾ സൂപ്പർ ടെലിഫോട്ടോ എന്നും പറയും. ഉദാഹരണത്തിന് ഇതിനകത്തെ 100-400 ഈ ലെൻസ് ഒരു സൂപ്പർ ടെലിഫോട്ടോ ലെൻസാണ്, കാരണം ഇത് 400mm വരെ പോകുന്ന ലെൻസാണ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ഓരോ തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇത് ലാൻഡ്സ്കേപ്പിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 2470 f2.8 ലെൻസ് നമ്മൾ പോർട്രേറ്റിനും ലാൻഡ്സ്കേപ്പിനും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 85mm നമ്മൾ നന്നായിട്ട് പോർട്രേറ്റിന് ഉപയോഗിക്കുന്നത്. 7200 ലെൻസ് ഉണ്ട് f2.8, അത് നമുക്ക് ലാൻഡ്സ്കേപ്പിനും ഉപയോഗിക്കാം, പോർട്രേറ്റിനും ഉപയോഗിക്കാം. ഈ 100-400 നമുക്ക് വൈൽഡ് ലൈഫിന് ഉപയോഗിക്കാം, അറ്റ് ദ സെയിം ടൈം ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കാം. ഇനി ഇതിനകത്തൊന്നും ഞാൻ പറയാത്തൊരു കാറ്റഗറി കൊണ്ട് മാക്രോ ലെൻസ്, എക്സ്ട്രീം ക്ലോസപ്പ് ആയിട്ടുള്ള ചില വസ്തുക്കളുടെ, ചില ജീവികളുടെ, ചില കണികകളുടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസസാണ് മാക്രോ ലെൻസ്. 100mm മാക്രോ ലെൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള മാക്രോ ലെൻസസ് ഉണ്ട്. സോ ഏത് തരത്തിലുള്ള ലെൻസസാണ് നമ്മൾ വാങ്ങേണ്ടത് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു ഇതാണ്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയിലാണ് താല്പര്യം. ദ സേഫ് ബെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്കൊരു നല്ല ലെൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ 2470 f2.8 വാങ്ങുന്നതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം 24mm അതിന് നല്ല ഒരു വൈഡ് ആംഗിൾ ഫീൽഡും ഉണ്ട്. 70mm നമുക്ക് നല്ല 50mm 60s ഒക്കെ നമുക്ക് നല്ല പോർട്രേറ്റ് എടുക്കാൻ പറ്റും. f2.8 ലെൻസ് ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും കാലത്ത് ഒരു അസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കാൻ തോന്നിയാൽ നമുക്ക് എടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം എപ്പോഴും എൻ്റെ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ എന്നോട് പുതിയൊരു ലെൻസ് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുക, കാശ് ഉണ്ടെങ്കിൽ 2470 f2.8 വാങ്ങിച്ചു. അതാകുമ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നും ഉണ്ടാവും. ഇനി ഇല്ല അത്രയും പൈസ ഇറക്കാനില്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ കൂടെ കിട്ടുന്ന കിറ്റ് ലെൻസ് വളരെ നല്ല ലെൻസാണ്. അത് 50mm നിങ്ങൾക്ക് വൈഡ് കിട്ടുകയും ചെയ്യും. അത് കൂടുതലും ക്രോപ്പ് സെൻസറിന് വേണ്ടി ഇറക്കുന്ന ലെൻസസാണ് ഈ 15 18-30
1855 ആണെന്ന് തോന്നുന്നു, 1835. അപ്പോൾ അതിനനുസരിച്ച് ക്രോപ്പ് ഫാക്ടർ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും അത് നല്ല ലെൻസാണ്. ഇറ്റ്സ് സംവെയർ യു ക്യാൻ സ്റ്റാർട്ട്. ഇനി ഒരു പ്രൈം ലെൻസ് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വളരെ ചീപ്പ് ഓപ്ഷനാണ് 50mm f1.8. ഒരുപാട് തരത്തിലുള്ള ലെൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫീൽഡ് ഏതാണോ, നിങ്ങളുടെ ഒരു താല്പര്യമുള്ള ഏരിയ ഏതാണോ അതിനനുസരിച്ചുള്ള ലെൻസാണ് നിങ്ങൾ വാങ്ങേണ്ടത്. സോ എനിക്കൊക്കെ ആദ്യകാലത്ത് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയായിരുന്നു. കാരണം ഞാൻ ഇന്നും ഓർക്കുന്നു, ലൈക്ക് ഞാൻ ആദ്യമായിട്ട് കാനോണിൻ്റെ 1200D എന്നുള്ള ക്യാമറ വാങ്ങിച്ചിട്ട് ആദ്യം അതിലൂടെ കിട്ടിയ കിറ്റ് ലെൻസ് കൊണ്ട് ഒട്ടും തന്നെ താല്പര്യമല്ലായിരുന്നു. പിന്നെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു ക്യാമറ വാങ്ങിച്ചാൽ ആദ്യം തിരിയുന്ന വൈൽഡ് ലൈഫിലേക്കാണല്ലോ. മുറ്റത്തോട് ഇറക്കുന്ന പ്രാവും എട്ടുകാലിയും മറ്റേ അപ്പുറത്ത് വന്നിരിക്കുന്ന കിളിയും ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഞാൻ പോയിട്ടൊരു 18200 അങ്ങനെ പറഞ്ഞ ടാമറോൻ്റെ ഒരു ചീപ്പ് ലെൻസ് വാങ്ങിച്ചു. കുഴപ്പമില്ലായിരുന്നു, കുറേ നാൾ ഞാൻ ഉപയോഗിച്ചു. ഐ വാസ് ക്വൈറ്റ് ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നീട് നമ്മളുടെ ഒരു ഫീൽഡ് അസ്ട്രോ ഫോട്ടോഗ്രാഫി ആണ് എൻ്റെ ഒരു, അല്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയും അസ്ട്രോ ഫോട്ടോഗ്രാഫിയും ആണ് എൻ്റെ ഒരു ഫീൽഡ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള നല്ല ലെൻസിലേക്ക് മാറുകയും കൂടുതൽ പണിയെടുത്ത് ഓവർ ടൈമൊക്കെ എടുത്താണ് ലെൻസ് വാങ്ങിച്ചതൊക്കെ. അല്ലാണ്ട് ഒരിക്കലും കയ്യിലിരുന്ന പൈസ ലാവിഷായിട്ട് വാങ്ങിക്കുമെന്നല്ല ഇത്. അപ്പം ഞാൻ പറയുക, നമ്മളുടെ ഒരു ഫീൽഡ് ഏതാണെന്ന് തിരിച്ചറിയുന്നിടം വരെ നമ്മൾക്ക് നമ്മളുടെ കിറ്റ് ലെൻസ് തന്നെ വളരെ ഏറെ എന്താ പറയുക, ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. കാരണം ലെൻസ് കൊണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. ഈവൻ എനിക്കിപ്പോഴും കിറ്റ് ലെൻസ് കൊണ്ട് അസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവൻ നന്നായിട്ട് തന്നെ ഫോട്ടോ എടുക്കാം. അവൻ ആ ഒരു ലെൻസ് കൊണ്ട് പറ്റുന്നിടം വരെ ആ ലെൻസ് കൊണ്ട് പഠിച്ചെടുത്തിട്ട് പിന്നെ നല്ല ലെൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓടി നടന്ന് ഒരുപാട് ലെൻസ് എടുക്കുകയല്ല വേണ്ടത്. നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ ബൈ.